ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വൺ പ്ലസിൻ്റെ കിഡിലൻ ഫോണുകൾ ഇപ്പോൾ നിലവിൽ വാങ്ങിക്കാൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ നല്ല അടിപൊളി വൺ പ്ലസിൻ്റെ ഫോണുകളാണ്. ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ വൺ പ്ലസിൻ്റെ ഒരു കുറച്ച് റേഞ്ച് കൂടിയ ഒരു ഫോണാണ് വൺ പ്ലസ് 11. ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഇതിന് ഏതാണ്ട് 58,999 രൂപ വില വരുന്നുണ്ട്. പക്ഷേ അത്ര വില വരുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ഫോണാണ് വൺ പ്ലസ് 11. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് V13 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓക്സിജൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രൊസസ്സർ. പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗം നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ച് അമോ LED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, അതുപോലെ 8 GB RAM, 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജും. പിന്നെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. അതിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ, പിന്നെ 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നീട് 32 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ. അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. 16 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും 100 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ടൈപ്പ് C USB ചാർജിങ് പോർട്ട്, ഡ്യുവൽ സിം നാനോ, ഇതെല്ലാം വൺ പ്ലസ് 11 ലഭിക്കുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വരുന്നത് 58,999 രൂപ. അതുപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു വൺ പ്ലസിൻ്റെ നല്ല ഫോണാണ് വൺ പ്ലസ് നോർഡ് C3 5G. ഇതിൻ്റെ വില ഭാഗം വരുന്നത് ഏതാണ്ട് 24,999 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ആൻഡ്രോയിഡ് V13 ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓക്സിജൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ 6.7 ഇഞ്ച് അമോ LED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, സ്നാപ്ഡ്രാഗൺ 782G പ്രൊസസ്സർ, 8 GB RAM, 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജും. ആ സ്റ്റോറേജ് 1 TB വരെ എക്സ്പാൻഡബിളുമാണ്. പിന്നീട് ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. അതിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, പിന്നെ 8 മെഗാ പിക്സൽ, പിന്നെ ഒരു 2 മെഗാ പിക്സൽ. അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലാണ്. അതുപോലെ തന്നെ ഇതിലും NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് C USB ചാർജിങ് പോർട്ട്, അതുപോലെ ഡ്യുവൽ സിം നാനോ സിം 2 നാനോ ഹൈബ്രിഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 24,999 രൂപ. ഇപ്പോൾ ഈ പറയുന്ന വൺ പ്ലസിൻ്റെ ഫോണുകളെല്ലാം നല്ല ക്യാമറ ക്വാളിറ്റിയുള്ള ഫോണുകളാണ്. അതുപോലെ തന്നെ നല്ല ബാറ്ററി ബാക്കപ്പും ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ ഉള്ള ഫോണുകളാണ്. പിന്നെ നമ്മളുടെ ലിസ്റ്റിലുള്ള മറ്റ് നല്ലൊരു ഫോണാണ് വൺ പ്ലസ് 11R. ഇതിൻ്റെ പ്രൈസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് ഏതാണ്ട് 39,999 രൂപ റേഞ്ചിൽ ഇന്ന് നിലവിൽ മിക്ക ഓൺലൈൻ സൈറ്റുകളിലും ലഭ്യമാണ്. ഓഫറുകൾക്ക് ശേഷം ഇതിലും താഴെ പ്രൈസിലും ചില സൈറ്റുകളിലൊക്കെ ലഭ്യമാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് V13 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓക്സിജൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്നാപ്ഡ്രാഗൺ 8+ Gen 1 പ്രൊസസ്സർ, 6.7 ഇഞ്ച് അമോ LED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 8 GB RAM, 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതുപോലെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിലുള്ളത്. 50 മെഗാ പിക്സലിൻ്റെ നല്ല ഒരു പ്രൈമറി ക്യാമറ, പിന്നീട് 8 മെഗാ പിക്സലിൻ്റെ മറ്റൊരു ക്യാമറ, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ. അങ്ങനെ 3 ക്യാമറകളാണ് റിയർ ക്യാമറയിൽ വരുന്നത്. പിന്നീട് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, 100 വാട്ട് ചാർജിങ്, ടൈപ്പ് C USB ചാർജിങ് പോർട്ട്, ഡ്യുവൽ സിം നാനോ, ഇതെല്ലാമാണ് വൺ പ്ലസ് 11R വരുന്നത്. ഇതിൻ്റെ പ്രൈസിങ് 39,999 രൂപ. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള മറ്റൊരു വൺ പ്ലസിൻ്റെ നല്ലൊരു ഫോണാണ് വൺ പ്ലസ് നോർഡ് 3 5G. ഇതും നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ളൊരു ഫോണാണ്. ഇതിൻ്റെ വില ഭാഗം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 29,999 രൂപയാണ് ഇതിൻ്റെ നിലവിലുള്ള പ്രൈസിങ് വരുന്നത്.
ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ആൻഡ്രോയിഡ് V13 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓക്സിജൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നീട് MediaTek Dimensity 9000 MT6893 പ്രോസസ്സർ, പിന്നീട് 8GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 6.74 ഇഞ്ച് AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിലും ഉള്ളത്. 50 മെഗാ പിക്സലിൻ്റെ നല്ലൊരു പ്രൈമറി ക്യാമറ, പിന്നീട് 8 മെഗാ പിക്സൽ, ഒരു 2 മെഗാ പിക്സൽ, അങ്ങനെ 3 ക്യാമറകളാണ് ഇതിൻ്റെ റിയർ ക്യാമറയിൽ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലാണ്. ഇതിലും NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും 80 വാട്ട് ചാർജിങ്, അതുപോലെ ഡ്യുവൽ സിം നാനോ, ടൈപ്പ് C USB ചാർജിങ് പോർട്ട്, ഇതെല്ലാം OnePlus Nord 3 5Gയിൽ വരുന്നതാണ്. ഇതിൻ്റെ വില ഭാഗം, ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 29,999 രൂപ. ഈ ഫോണുകളെല്ലാം OnePlusൻ്റെ നിലവിൽ ഓൺലൈൻ സൈറ്റുകളിലും ഷോപ്പുകളിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള കിടിലൻ ഫോണുകളാണ്. ക്യാമറ ഭാഗം, ബാറ്ററി ബാക്കപ്പ്, റാം, അതുപോലെ തന്നെ സ്റ്റോറേജ്, ഇതെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ എല്ലാം നല്ല സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോണുകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.